ഞാൻ ശ്രീജിത്ത്, ഫീൽ ഫ്ലൈയിങ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഫൗണ്ടറാണ്. ഫീൽ ഫ്ലൈയിങ് എൻ്റർടൈൻമെൻറ്റ്സ് 5 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഫിലിം പ്രൊഡക്ഷൻ ഹൗസാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ സിനിമ കൊറോണയ്ക്ക് ശേഷം ചെയ്തു തീർത്തതിന് ശേഷം അടുത്ത പ്രൊജക്റ്റ് ഏത് എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് സലോൺ സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടാൻ ഇടയാവുന്നത്. ഒരു ദിവസം സലോൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒന്ന് വരൂ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ വന്നിട്ടുണ്ട്, ഞാനതൊന്ന് നരേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സലോണിൻ്റെ അടുത്ത് വന്ന് ആ കഥ കേട്ടു. എനിക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ദീപുവിനെ പരിചയപ്പെടുന്നു. ദീപുവും സന്ദീപുമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദീപു വന്നിട്ട് കഥ നരേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി സിനിമ കാണുമായിരുന്നു. ആ നരേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ദീപു പോയതിന് ശേഷം ഞാൻ സറോണിൻ്റെ അടുത്ത് പറഞ്ഞു, സറോൺ ഇത് നമുക്ക് ആലോചിക്കാവുന്നൊരു കേസുമാണ്. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ദീപുവിൻ്റെ നരേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് നാളിന് ശേഷം മലയാളികളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 10-25 വർഷം മുമ്പ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള ഈ 3-4 ആൾക്കാരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരുപാട് ചിരി വന്നിട്ടുള്ള സിനിമകളുണ്ട്. ഈ നരികർ നഗർ തുടങ്ങിയുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഒരു പക്ഷേ അന്യം നിന്ന് പോയി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോണർ, ഹ്യൂമർ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്തരത്തിലുള്ളൊരു കാറ്റഗറി സിനിമ നമുക്ക് പലപ്പോഴും അത് മിസ്സാവുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടക്കുതിര എന്ന് പറയുന്ന ഒരു സിനിമയുടെ തുടക്കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഫീൽ ഫ്ലൈയിങ് എൻ്റർടൈൻമെൻറ്റ്സും ഞങ്ങളും പടക്കുതിരയിലേക്ക് ഇന്നായി. പടക്കുതിര ടേക്ക് ഓഫായി. പിന്നെ നമ്മുടെ ശ്രമം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ 3-4 ആൾക്കാർ മാത്രം ചിന്തിച്ചാൽ നടക്കുന്ന ഒരു സാധനമല്ല. സോ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ടീമാണ്. പുള്ളി അതിനുള്ള ഹോംവർക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള ഓരോ ഇൻട്രാക്ഷൻസിലും, ഓരോ ഡിസ്കഷൻസിലും, ഓരോ സിറ്റിങ്സിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ഞാൻ ശരിക്ക് കൗതുകത്തോടു കൂടി നോക്കിയിരുന്നത് സലോൺ സൈമൺ എന്ന് പറയുന്ന ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ആളുടെ എന്തൂസിയാസം, അയാളുടെ സിനിമയോടുള്ള പാഷൻ, എത്രത്തോളം അയാൾ സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കൗതുകത്തോടു കൂടി അത് നോക്കി കാണുകയായിരുന്നു. അതെനിക്ക് ഒരുപാട് ലേണിങ്സും തന്നിട്ടുണ്ട്. ആക്ച്വലി സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാത്രമായിട്ട് കണ്ടിരുന്ന എന്നെ ഒരു പരിധിവരെ സിനിമ ബിസിനസ് മാത്രമല്ല, അത് ജീവിതമാണ്, ബന്ധങ്ങളാണ്, കൂട്ടുകെട്ടുകളുണ്ട് അതിനകത്ത് എന്നൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു പക്ഷേ സ്ഥലമാണ്. അങ്ങനെ പരസ്പരമുള്ള ഡിസ്കഷൻസിലൂടെയും പരസ്പരമുള്ള ചർച്ചകളിലൂടെയാണ് ഞങ്ങൾ ഈ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അദ്ദേഹത്തിന് ശരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത്, ഐ ഷുഡ് കമൻറ്റ് ദാറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം. അത് ഡയറക്ടോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും, ക്യാമറയിലാണെന്നുണ്ടെങ്കിലും, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക്, ആർട്ട്, ഇവയിലെല്ലാം തന്നെ നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്തിൻ്റെ ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ സലോണിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് ഞാൻ പറയും. അങ്ങനെ പല ചർച്ചകൾക്കും ഡിസ്കഷൻസിനും ശേഷം അതിൻ്റെ ഷൂട്ടിൻ്റെ ഡേറ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുക 2024 ഓഗസ്റ്റ് 18 ചിങ്ങമാസം 2-ാം തീയതി അതിൻ്റെ ഷൂട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്തു. പൂജ കഴിഞ്ഞ് ആദ്യ ഷോട്ട് വെച്ച് സലോൺ ആക്ഷൻ വിളിക്കുന്ന ഒരു സീൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഞാനത് മറക്കുമെന്ന്. അങ്ങനെ ഷൂട്ട് തുടങ്ങി പടക്കുതിര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 18 2024 ഓഗസ്റ്റ് 18 ഷൂട്ട് തുടങ്ങി. വളരെ
സ്മൂത്തായിട്ട് ഷൂട്ട് മുന്നോട്ട് പോകുന്നു. ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫീൽ ഫ്ലൈങ് എൻ്റർടൈൻമെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. പക്ഷേ ഈ ഒരു സെറ്റിൽ നമ്മൾ കണ്ടൊരു വൈബ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ ഓരോ ദിവസവും ആഘോഷിക്കുകയാണ് സെറ്റിൽ. ഓട്ടോമാറ്റിക്കലി ഞാൻ ഫുൾ ടൈം സെറ്റിൽ ഉണ്ടാവാറില്ല പലപ്പോഴും. പക്ഷേ എല്ലാ ദിവസവും ഞാൻ സെറ്റിലില്ലാത്ത സമയത്ത് പോലും മനസ്സ് അവിടെയാണ്. കാരണം അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ആരെയും അട്രാക്ട് ചെയ്യുന്നൊരു വൈബായിരുന്നു. അവിടെ ആരും ജോലി ചെയ്യുന്നവരായിരുന്നില്ല. ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ആ പ്രൊജക്റ്റ് നന്നാക്കി എടുക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഈ വരുന്ന 2025 ഏപ്രിൽ മാസം 24-ാം തീയതി പടക്കുതിര എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വപ്നം പറക്കാൻ ഒരുങ്ങി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇതൊരു ചെറിയ സിനിമയാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനായിട്ട് തരികയാണ്. പക്ഷേ ഇത് നിങ്ങളെ കുറച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതിനകത്ത് കുറച്ച് ഫൺ എലമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ക്ലീൻ എൻ്റർടൈനർ ആയിരിക്കും പടക്കുതിര എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ട് ഞങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.